തിരുവാഭരണ പെട്ടി യാത്രയുടെ വേളയിലാണ് ഏകദേശം ഇന്ന് സന്ധ്യ 6:25 ഇന്ന് കലണ്ടർ പ്രകാരവും കൃത്യമായ ജ്യോതിശാസ്ത്ര പ്രകാരവും ഇന്നത്തെ സായാഹ്നം ഇന്നത്തെ അസ്തമയം കുറിച്ചിരിക്കുന്നത്. രാവിലെ 6:59 സൂര്യോദയവും വൈകിട്ട് 6:23 അസ്തമയവുമാണ് കുറിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ സമയത്തോടനുബന്ധിച്ച് തന്നെ ഈ പെട്ടികൾ ഇവിടെ തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേരുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ സ്വീകരണങ്ങൾ ഉണ്ടാകും. ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ദേവസ്വം മന്ത്രിയും ഒക്കെ ചേർന്നിട്ട് ഈ തിരുവാഭരണത്തെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് എത്തിക്കുന്ന നിമിഷങ്ങളാണ്. ഇനി ഒരു മണിക്കൂർ ഒക്കെ ഏകദേശമുള്ളൂ. അപ്പോൾ ഈ ശബരിമലയിലെ മുഴുവൻ ഭക്തജനങ്ങളും നമ്മൾ പറഞ്ഞ പോലെ ഏകദേശം 2.5 എന്നൊക്കെ കണക്ക് പറയുന്നെങ്കിലും 3 ലക്ഷത്തോളം ആളുകൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വിവിധ ഭാഗങ്ങളിലായി ഇപ്രാവശ്യം അപകടങ്ങളൊക്കെ ഒഴിവാക്കാനായി ഈ വാട്ടർ ടാങ്കിന് മുകളിലും അതുപോലെയൊക്കെയുള്ള വീഴാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലൊക്കെ ഭക്തന്മാരെ കയറ്റാതെ പോലീസ് വളരെ കൃത്യമായിട്ടൊരു സേവനമാണ്. അതുപോലെ ഇത്രയും ആളുകൾ കൂടുന്ന സ്ഥലമാണ്. ഇവിടെ ഒക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതിനെയൊക്കെ മുൻകണ്ടുകൊണ്ട് ആരോഗ്യ വിഭാഗവും അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ വളരെ കൃത്യമായി കണിശതയോടുകൂടി ഒരു മണ്ഡലകാലം ഒരുക്കുകയാണ്. ഈ മകരജ്യോതി ദർശനത്തിന് ശേഷം മകരവിളക്ക് കാഴ്ചയ്ക്ക് ശേഷം ഈ 3 ലക്ഷത്തോളം ആളുകൾ ഇവിടെ നിന്നും പോകേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി KSRTCയുടെ സംവിധാനങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ 18 പടികൾ കാണുകയാണ്. അതെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ 18 പടികളിൽ 18 ആയുധങ്ങൾ ഉപേക്ഷിച്ചു അയ്യപ്പൻ എന്നാണ് സങ്കല്പം. അപ്പോൾ അത് വില്ലാളി വീരമണി കണ്ഠ എന്ന് വിളിക്കുന്ന അയ്യപ്പൻ തന്നെയാണ്. ശാസ്താവിൻ്റെ പ്രഭാവലയത്തിലേക്ക് എത്തുന്ന സമയത്ത് അദ്ദേഹം ഒരു യോഗീശ്വര ഭാവത്തിലേക്ക് എത്തുകയും തൻ്റെ ആയുധങ്ങൾ ഓരോന്നായി അദ്ദേഹം ഉപേക്ഷിക്കുകയുമാണ്. ഓരോ പടികളിൽ ഉപേക്ഷിച്ച് ദൈവഭാവത്തിലേക്ക് അദ്ദേഹം പോയി എന്നുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ശബരിമലയെ കാണേണ്ടത്. ഈ പ്രകൃതിയുടെ മുഴുവൻ അംശങ്ങളും, അതായത് 30 മുക്കോടി ചരാചരങ്ങളുണ്ട് പ്രകൃതിയിലെന്നാണ് അമേരിക്ക നാസയൊക്കെ കണ്ടെത്തി കഴിഞ്ഞത്. അപ്പോൾ അതിനും എത്രയോ മുമ്പാണ് ഭാരതത്തിലെ യോഗിവര്യന്മാർ 30 മുക്കോടി ദൈവങ്ങൾ എന്നൊരു സങ്കല്പത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ 30 മുക്കോടി ചരാചരങ്ങളെ തൂണിലും തുരുമ്പിലും കുടികൊള്ളുന്ന ദൈവഭാവങ്ങളെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ജൈവമാണ് ദൈവമെന്ന വലിയ ഒരു വേദാന്തമാണ്. അപ്പം തിരിയുന്നത് സിദ്ധാന്തം, തിരിയാത്തത് വേദാന്തം എന്ന് കാവാലം നാരായണപ്പണിക്കരിലെ കവി പാടിയിട്ടുണ്ട്. അപ്പം ഈ തിരിയാത്തതിനെയൊക്കെ നമ്മൾ വേദാന്തമാക്കി മാറ്റി നിർത്തുമ്പോൾ, തിരിഞ്ഞതിനെയൊക്കെ സിദ്ധാന്തമാക്കി നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ ഈ ചവിട്ടിപ്പോകുന്ന ആ പച്ച മണ്ണിൻ്റെ ഒരു വല്ലാത്ത താളമുണ്ട്, ജൈവ താളമുണ്ട്. അത് മതരഹിതമായ താളമാണ്. അപ്പോൾ നമ്മുടെ ആദിമകാലം തൊട്ട് നമ്മൾ വിദ്യാഭ്യാസ പദ്ധതികളിലൊക്കെ ഒരു സിലബസ് ഉൾപ്പെടുത്തി പോകുന്നത് മനുഷ്യനായി കാണാനുള്ള ആ പാഠ്യപദ്ധതികളായിരുന്നു. ഒരു കാലഘട്ടത്തിൽ കൃത്യമായിട്ട് അതെല്ലാം നമ്മൾ ഫോളോ ചെയ്ത് വന്നിരുന്നു. അതായത് നരവംശ ശാസ്ത്രത്തെ പറ്റിയുള്ള ഒരു വിദ്യാർത്ഥിയുടെ മനസ്സ് കടന്നു പോകുന്ന വഴികൾ തന്നെ നായാടിയിൽ നിന്നും നരനിലേക്കുള്ള മനുഷ്യൻ്റെ പരകായ പ്രവേശമാണ്, അവൻ്റെ മാറ്റമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അതായത് അവൻ ഏറ്റവും അവനോട് ഇണങ്ങുന്ന ജീവികളായ നായ ഉൾപ്പെടെ ചെന്നായിൽ നിന്ന് പരിണാമപ്പെടുന്ന നായ ഇണക്കി വളർത്തിയെന്നും അവൻ യാത്രക്കാരനായി ജീവിച്ചു എന്നും പിന്നീട് അവൻ എപ്പോഴും വലിച്ചെറിഞ്ഞ വിത്തുകളൊക്കെ ഒരു സ്ഥലത്ത് മുളച്ചു നിൽക്കുന്നത് കണ്ട അത് നദീതീരമാണെന്ന് മനസ്സിലാക്കി അവിടെ പിന്നെ അവൻ സ്ഥിരതാമസമാക്കിയെന്നും അവൻ കൃഷിയിലേക്ക് വന്നു എന്നും ആ കൃഷിയിലേക്ക് വന്നപ്പോൾ അവൻ അവിടെ താമസമാക്കി. മറ്റേത് അവന് മഴ പെയ്യുമ്പോൾ മാറി നിൽക്കാമായിരുന്നു. ഇപ്പോൾ പ്രദേശം വിട്ട് പോകാൻ കഴിയാത്തതുകൊണ്ട് അവനെ കീഴടക്കുവാൻ കഴിയാത്ത ശക്തികളായ ഇടിമിന്നലിനെയും മഴയെയും ഭൂമിയിൽ ഉടലുരഞ്ഞ് നീങ്ങുന്ന നാഗങ്ങളെയും ഒക്കെ അവൻ ദൈവങ്ങളാക്കി മാറ്റിയെന്നും വളരെ കൃത്യതയോടുകൂടി നമ്മുടെ ദൈവസങ്കല്പവും നമ്മുടെ മാനവികത, മനുഷ്യൻ്റെ പരിണാമങ്ങൾ എവിടെ പോയി നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി ഒരു കാലം ഉണ്ടായിരുന്നു. അതായത് ഈ നാഗങ്ങളെയൊക്കെയും നാഗരാജാവും നാഗേക്ഷിയമ്മയും അഷ്ടനാഗങ്ങളുമൊക്കെയായി കാവുകളിലൊക്കെ കുടിവെക്കുകയും അങ്ങനെ അവർക്ക് പിന്നെ ശില്പങ്ങൾ ഉണ്ടാക്കി വയ്ക്കുകയും അവിടെയൊക്കെ ആവാഹിച്ച് അവരെ ചിത്രകൂടങ്ങളിലൊക്കെ ആക്കിയിട്ട് അവിടെ ഒരു വലിയ ആവാസ വ്യവസ്ഥ ഉണ്ടാക്കുന്നു. ഈ കാവുകളിലൊക്കെയും ഒരു കുളം പണിയുന്നു. ആ കുളത്തിൽ പക്ഷിജാലങ്ങൾ വന്ന് ജീവിക്കുന്നു. ഇത്തരത്തിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദൈവസങ്കല്പമായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. അതായത് തനിക്ക് കീഴടങ്ങാത്ത ശക്തികളെ അവൻ വരുണൻ എന്ന് വിളിച്ച് ഇടിമിന്നലിനെ, കടലിനെ, അങ്ങനെ അവന് ഒരിക്കലും അവൻ്റെ പരിധിയിൽ വരുതിയിലാക്കുവാൻ കഴിയില്ല എന്നൊക്കെ അവന് തോന്നിയവരെയൊക്കെ അവൻ ആരാധനാഭാവത്തോട് കീഴടക്കാൻ വേണ്ടി ശ്രമിച്ചു. അല്ലാത്തവരെയൊക്കെ അവൻ യുദ്ധം ചെയ്ത് കീഴടക്കി, അവൻ രാഷ്ട്രമുണ്ടാക്കി, അവൻ കുലമുണ്ടാക്കി, അവൻ സംസ്കാരമുണ്ടാക്കി. അപ്പോൾ
ആ ഒരു യാത്രയിൽ ഒരു സംസ്കാരത്തിൻ്റെ യാത്രയാണ്. അവിടെ മതമൊന്നും കടന്നു വരുന്നേയില്ല, മറിച്ച് മരങ്ങൾ കടന്നു വരുന്നു, പക്ഷികൾ കടന്നു വരുന്നു. പിന്നീട് അവന് പരിചിതമായ കഥകൾ അവനുണ്ടാക്കുന്നു. ആ കഥകളിലൊക്കെയും അവന് മനുഷ്യരല്ലാതെ അവനാകെ അറിയാവുന്ന ദൈവങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ആ ദൈവങ്ങളുടെ കഥകൾ രസകരമായി അവൻ പറഞ്ഞു വയ്ക്കുന്നു. ഈ കാവുകളിലൊക്കെ അവൻ ഭദ്രകാളിക്കൊപ്പം ശാസ്താവിനെ പ്രതിഷ്ഠിക്കുന്നു. ശാസ്ത്രത്തെയാണ്, ശാസ്ത്ര അവബോധത്തെയാണ്. ആ അവബോധം എന്താണ്? അതൊരു ജൈവ പദ്ധതിയാണ്, അതായത് ഒരു പരിസ്ഥിതി പരിപാലനമാണ്. വെട്ടി വെളുപ്പിക്കുന്നതല്ല, മറിച്ച് വെട്ടി സ്വന്തമാക്കുന്ന, വെട്ടിപ്പിടിക്കുന്ന ഇഷ്ടങ്ങളുടെ, പ്രണയങ്ങളുടെ ഒരു വലിയ ലോകം അവനവിടെ ഉണ്ടാക്കി വെക്കുന്നു. നമ്മൾ ഈ ശബരിമലയിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രകൃതിയുടെ, ഈ പൂങ്കാവനത്തിൻ്റെ ഒരു സൗന്ദര്യം, ഇവിടെ എത്രയോ ഔഷധ സസ്യങ്ങളെ ചുംബിച്ചുകൊണ്ട് അവരുടെ വികാര തരളിമമായ ആ നന്മകളെ ഉണർത്തിയെടുത്തുകൊണ്ട് ഒഴുകി വരുന്ന കാറ്റേറ്റുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ പൊള്ളുന്ന ചൂടിൽ പോലും ആ കാറ്റ് തരുന്ന ഒരു വല്ലാത്ത അനുഗ്രഹമുണ്ട്. അത് അനുഗ്രഹം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അനുഗ്രഹങ്ങളാണ്. ശാപങ്ങൾ പോലും അനുഗ്രഹങ്ങളാക്കി മാറ്റുന്ന നാടാണ് ഭാരതമെന്ന് പറയുന്നത്. ഇരുട്ടിനെ വെളിച്ചമാക്കി മാറ്റുവാൻ ആദിമ കവി തൊട്ടിങ്ങോട്ട് പറഞ്ഞു വരികയാണ്. ഇവിടെ രാവണനെ കൊന്നത് അദ്ദേഹത്തെ നിഗ്രഹിക്കുകയല്ല, മറിച്ച് അദ്ദേഹത്തെ ശാപമോക്ഷം നൽകി പുതിയ ഒരാളാക്കി മാറ്റുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ സങ്കല്പങ്ങളും ശബരിമലയിൽ ഇപ്പോൾ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. മകരവിളക്ക് ദർശനത്തിനായി കാത്തിരിക്കുകയാണ് അവിടെ ഭക്തർ.